ിട്ട് കൂടെ പഠിച്ചിരുന്ന പല കൂട്ടുകാരൊക്കെ എൻജോയ് ചെയ്ത് നടക്കുന്ന സമയത്ത് ഒരുപാട് മെനക്കെട്ടിരുന്ന് പഠിച്ച് ബിരുദവും ബിരുദാനന്തര ബിരുദവും കൂടാതെ സ്പെഷ്യലൈസേഷന് വേണ്ടിയിട്ട് വിദേശത്തുമൊക്കെ പോയി ഒരുപാട് അധ്വാനിച്ചു. പഠിക്കുക എന്നതും ആ ഒരു വിലയേറിയ സമയം, ജീവിതത്തിൻ്റെ നല്ല സമയം, ആ ടീനേജ് തൊട്ടുള്ള എല്ലാവരും പലതരത്തിലും എൻജോയ് ചെയ്യുന്ന ആ ഒരു സമയം നന്നായി പഠിച്ചിട്ട് അതിനുവേണ്ടി മാതാപിതാക്കൾ ഒരുപാട് ചിലവാക്കിയിട്ട് നല്ലൊരു ഡോക്ടറായിട്ട് മാറിയിട്ട്, പ്രത്യേകിച്ച് രാഹുവിൻ്റെ ഇൻഫ്ലുവൻസ് വരുമ്പോൾ, രാഹുവാണ് നിങ്ങൾക്ക് വരുമാനം കൊണ്ടുതരുന്ന പ്രധാനപ്പെട്ട ഒരു ഗ്രഹം എന്ന് വിചാരിക്കുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ വരുമാനം വാങ്ങുമ്പോൾ, അതായത് എൻ്റെ ഫീസ് ഇതാണെന്ന് നിങ്ങൾ നിശ്ചയിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ കല്ലെടുത്ത് എറിയാൻ വരും. കാരണം കുംഭത്തിൻ്റെ മറ്റൊരു അധിപൻ ശനിയാണ്. 11ാം ഭാവത്തിന് 2 അധിപന്മാരുണ്ട്, അതിലൊന്ന് ശനിയാണ്. അപ്പോൾ ശനി എന്നത് പബ്ലിക്കിനെ കൂടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ആൾക്കാർ എന്തു പറയും? ഒരു ഡോക്ടറാണ്. ആൾക്കാർ നിങ്ങളുടെ ഇത്രയും കാലത്തെ കഷ്ടപ്പാടോ നിങ്ങളുടെ ഫാമിലി അതിനു വേണ്ടി ചിലവഴിച്ചതോ, ഈ പഠിത്തം എന്നൊരു കാര്യം, അതിനൊരു അധ്വാനമുണ്ട് എന്നതൊന്നും മനസ്സിലാക്കാതെ ആൾക്കാർ അങ്ങനെ പറയാൻ തുടങ്ങും. അപ്പോൾ രാഹു നിങ്ങൾക്ക് പണം തരണമെന്നുണ്ടെങ്കിൽ ഇതിനെയൊക്കെ ഇഗ്നോർ ചെയ്യുക എന്നത് തന്നെയാണ്. എന്തായിരുന്നു നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോക്കസ്, അത് തന്നെയായിരിക്കണം ഇപ്പോഴും. രാഹു എപ്പോഴും നിങ്ങൾക്ക്, നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങൾ ഡിജിറ്റൽ മീഡിയയിൽ അല്ലെങ്കിൽ സിനിമ, മറ്റു മേഖലകളിൽ, എഴുത്ത്, കലാകാരന്മാർ, നിങ്ങൾ ആരുമായിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, ആർക്കിടെക്റ്റ് ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, രാഹുവാണ് നിങ്ങൾക്ക് പണം കൊണ്ടു തരുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്ലയൻസിനോ ബിസിനസ്സിനോ ഒന്നും ഒരു കുറവുണ്ടാവില്ല. പക്ഷെ ആൾക്കാരെ അങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പഠിക്കണം. പാപഗ്രഹങ്ങളെ അങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതും. അപ്പോൾ പറഞ്ഞു വരുന്നത്, എല്ലാ